നമസ്കാരം. ഇനി വേറെ പ്രശ്നം എനിക്ക് പ്രിയങ്ക ഇരിക്കുമ്പോൾ പ്രേക്ഷകർ വയ്ക്കും പ്രിയങ്ക ഇരിക്കുമ്പോൾ ഇപ്പം വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അവർ അതുകൊണ്ട് പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട, എനിക്ക് താല്പര്യമില്ല. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടെന്നേ. താല്പര്യമില്ലെന്നേ. ഞാൻ ചോദിച്ചില്ല പ്രിയങ്ക. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചോദിച്ചില്ല പ്രിയങ്ക. ക്ഷീണം കല്യാണം കഴിഞ്ഞെന്റെ നമ്മുടെ ഈ സിനിമയുടെ കാര്യം ചോദിക്കാതെ നീ വിഷയത്തേക്ക് പോടാമായണ്ടി. പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടുന്ന വെച്ച് നടക്കൂല. അമ്മയിൽ എന്തുണ്ടായി ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. അല്ലെ ഹേമ കമ്മിറ്റിയിലും വാതിലിൽ മുട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് വാർത്ത വന്നത്. ഇവനല്ലേ ഇവിടെ ഒന്നും കൊണ്ടത്. അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. കാര്യമാണ് ഞാൻ പറയാം. ഒരു കാര്യം അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. ഇപ്പൊ ഞാനൊരു അവസരം കിട്ടിയതുകൊണ്ട് പറയാ, ഒരു മാവിന്റെ മുകളിൽ ഒരു 100 മാങ്ങ ഉണ്ടാവും. ഒരു 4-5 മാങ്ങ ചീഞ്ഞെന്ന് വെച്ചാൽ മൊത്തം ആൾക്കാരെയും കല്ലെറിയാൻ നിൽക്കരുത്.